1949 നവംബർ 26-ാം തീയതിയാണ് ബാബാ സാഹേബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ഭരണഘടന തയ്യാറാക്കപ്പെട്ടത്, അത് സമർപ്പിക്കപ്പെടുന്നു രാജ്യത്തിനാണ്. നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ജനിച്ചു വളർന്ന എല്ലാ മനുഷ്യർക്കും ഇന്ത്യക്കാരൻ എന്നൊരു മേൽവിലാസം, ഒരു പൗരത്വം നൽകപ്പെട്ട ദിനമാണ് ഭരണഘടനാ ദിനം. നമുക്കറിയാം, അതിനു മുൻപ് നമ്മുടെ രാജ്യത്ത് എന്ത് തരം നിയമവ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥതയൊക്കെ ഒക്കെയാണ് നിലനിന്നിരുന്നത് നമുക്കറിയാം. സ്മൃതികളുടെയും സ്വാധീനത്താലുള്ള ഭരണവും നിയമവും ശിക്ഷകളുമൊക്കെ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. വൈവിധ്യങ്ങളാൽ എല്ലാവിധമായ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ജനിച്ചു വീഴുന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ക്രൂരമായ പീഡനങ്ങളും ഒക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അതിനുശേഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ സാമൂഹികമായും സാമ്പത്തികമായും ചരിത്രപരമായ ഒക്കെ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും അവരെ നിയമത്തിൻ്റെ മുന്നിൽ സമത്വം പ്രഖ്യാപിക്കപ്പെട്ട ദിനമാണ് നവംബർ 26. കാരണം അന്ന് വരെ ഒരു കോമൺ സിറ്റിസൺഷിപ്പ്, ഒരു പൊതുവായ ഒരു പൗരൻ എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ രാജ്യത്തിന് അന്യമായിരുന്നു. ബ്രാഹ്മണനിൽ നിന്നും ക്ഷത്രിയിൽ നിന്നും വൈശ്യനിൽ നിന്നും ശൂദ്രനിൽ നിന്നും തൊഴിലാളിയിൽ നിന്നും ഒക്കെയുള്ള ആ പരിഗണനയിലൂടെ ജനങ്ങളെ കണ്ടിരുന്ന ഒരു രാജ്യത്താണ് അതിനെയെല്ലാം തച്ചിതകർത്തുകൊണ്ട് അന്ന് വരെയെല്ലാം ഉണ്ടായിരുന്ന നിലനിന്നിരുന്ന അസമത്വങ്ങളെയെല്ലാം റദ്ദ് ചെയ്തുകൊണ്ടാണ് 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ അതിപ്രധാനമായ ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരു സാമൂഹ്യ ജീവി എന്നുള്ളത്, ഒരു മനുഷ്യൻ എന്നുള്ളതിൽ മനുഷ്യനായി പരിഗണനയിൽ ലഭിക്കാതിരുന്ന ജനവിഭാഗങ്ങളെ മനുഷ്യനാക്കിയ അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. അതുകൊണ്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഭരണഘടനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. ഭരണഘടന അധിഷ്ഠിതമായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയെ നയമാക്കിയ ഒരു പാർട്ടിയാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് കൊടുക്കാൻ കഴിയുന്നത്. മാർക്സിസം പറയും, ഗാന്ധിസം പറയും, ഹിന്ദുയിസം പറയും. നമ്മൾ പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അംബേദ്കർ അധിഷ്ഠിതമായതുകൊണ്ട് ഭരണഘടനയിൽ അന്തർദേശീയ മനുഷ്യാവകാശ നിയമങ്ങളും അടങ്ങ് ഉൾപ്പെടുന്ന ഒരു നയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഭരണഘടനയുടെ ആമുഖം നമ്മൾ രാവിലെ വായിക്കുന്നുണ്ട്. ഭരണഘടനയിൽ പറയുന്നത് പോലെ എല്ലാവർക്കും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നീതിയും ലഭ്യമാകുന്നതിന് വേണ്ടി ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് API 2012 ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അതിനുശേഷം അനവധി രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ APIയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയിൽ ഉടനീളം നടത്തുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ പറയാൻ കാരണം, നമ്മുടെ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം ഈ നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടനാ ദിനമായി ആഘോഷിക്കപ്പെടുവാൻ തുടക്കം കുറിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് നമ്മുടെ API. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം 2008 വരെ ഇന്ത്യയിൽ ഭരണഘടനാ ദിനം എന്നൊരു ദിനം ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും അതുവരെ ഇന്ത്യൻ നിയമദിനമായിട്ടാണ് നവംബർ 26
പരിഗണിക്കപ്പെട്ടു. ഇന്ത്യൻ നിയമമായിട്ടാണ്, ഇന്ത്യൻ നിയമദിനം ആയിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ഇന്ത്യയിൽ അതിനെ കണ്ടിരുന്നത്. നവംബർ 26 എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമദിനമായിട്ടാണ് ആചരിക്കപ്പെടുന്നതെങ്കിൽ 2012 രൂപീകൃതമായ API അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അതിൻ്റെ രാഷ്ട്രീയപരമായ 2012 വരുന്നതിന് മുമ്പ് 2006 തുടങ്ങിയ അതിൻ്റെ പാർട്ടിയുടെ ബേസിക് പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള നാഷണൽ വാല്യൂ സക്സീഡ് അംബേദ്കറിസം വിജയിപ്പിക്കാൻ ഒരു ദേശീയ പദ്ധതി എന്ന അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു മാതൃസംഘടന 2008 ആദ്യമായി ഇന്ത്യൻ ഭരണഘടനാ ദിനം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏക സംഘടന. അതാണ്. അതിനുശേഷമാണ് സുപ്രീം കോടതി പോലും മറ്റു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ ഈ നവംബർ 26 ഇന്ത്യൻ നിയമദിനം എന്നുള്ളതിന് മാറ്റം വരുത്തി ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതുമൊക്കെ നമ്മളുടെ ഈ രാഷ്ട്രീയമായ ഈ വ്യത്യസ്തതയുടെ ഉദാഹരണമാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ വെറും നിയമം മാത്രമല്ല, അടിസ്ഥാനപരമായ നിയമമാണ് ഭരണഘടന എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. വിദേശിച്ച നിയമം IPC, CRPC, ഹിന്ദു ലോ, വെസ്റ്റേൺ ലോ, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ഈ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാന തത്വങ്ങളാണ്. ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കിയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭരണഘടന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഫണ്ടമെന്റലായ അടിസ്ഥാനപരമായ നിയമമാണ്. അതാണ് ഭരണഘടനയുടെ ആ പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുപ്രീം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. കാരണം ഭരണഘടനയാണ്. സുപ്രീം കോടതി പോലും നിയമനിർമ്മാണ സഭകളും നിയമനിർമ്മാണ സഭകളും ജുഡീഷ്യറിയും ഒക്കെ ഈ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ മാത്രമാണ്. ആ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളിലാണ്. നമ്മൾ രാവിലെ വായിക്കുകയുണ്ടായി, നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധികൾ ഇന്ത്യൻ ഭരണഘടനയെ ചർച്ച ചെയ്യപ്പെടുകയും അതിനെ നിയമമാക്കുകയും നമുക്കായി തന്നെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണഘടന നിലവിലുള്ളത്. ഈ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാം തുല്യരാകുന്നത്. നിയമത്തിന് മുമ്പിൽ തുല്യത നമുക്ക് ലഭിച്ചത് നമ്മുടെ ഭരണഘടനയോടുകൂടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുമായിട്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാം, ഭരണഘടനാപരമായ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും ഭരണഘടനാപരമായ പരിഹാരം തരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണ് നാം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ അതിൻ്റെ എല്ലാവിധമായ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കും. ഈ രാജ്യത്ത് ഈ വ്യത്യസ്തങ്ങളായ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്, ജാതികളുണ്ട്, മതങ്ങളുണ്ട്, സംഘടനകളുണ്ട്, വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വിവിധ സംസ്കാരങ്ങൾ ആചരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഭരണഘടനയുടെ ആ അവകാശം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. മനുഷ്യാവകാശം നിലനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെയും അന്തർദേശീയ മനുഷ്യാവകാശ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് API എന്ന് പറയുന്ന നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് അറിയിച്ചിരുന്നത്. അത്തരമൊരു രാഷ്ട്രീയത്തിനാണ് നമുക്ക് ഇനി സാധ്യതയുള്ളൂ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യപരമായ പ്രശ്നങ്ങളുണ്ട്, സാംസ്കാരികപരമായ പ്രശ്നങ്ങളുണ്ട്, ജാതീയ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഈ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെയാണ്. ഭരണഘടനാപരമായ പൗരന്മാരാണ് നമുക്കുള്ളത്. നമ്മളെ എല്ലാവരെയും മനുഷ്യൻ എന്ന ആ കൺസെപ്റ്റിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും മനുഷ്യൻ എന്ന ആ ഒരു പൊതു മണ്ഡലത്തിലേക്കാണ് നമ്മൾ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്. മനുഷ്യരാക്കുക, അവർക്ക് ആ മനുഷ്യരാകുന്ന ആ വിവിധ സമൂഹങ്ങൾക്ക് എന്തൊക്കെയാണ് കുറവുകളാണോ അവരെ നമ്മൾ ആ കുറവുകൾ നികത്തുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയിൽ വിവിധങ്ങളായ ഉപാധികളുള്ളത്, ഭരണഘടന പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തികച്ചും ഭരണഘടനാപരമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ളത്, മറ്റു എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായി നമ്മുടെ ഭരണഘടനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി അതിൻ്റെ മൂല്യങ്ങൾ, സമത്വവും സാഹോദര്യവും സാഹോദര്യവും നീതിയും എന്ന് വിളംബരം ചെയ്യുന്ന അതിൻ്റെ മൂല്യം, അതിമഹത്തരമായ ആ മൂല്യം വരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് നമുക്ക് ഭരണഘടനയിലൂടെ, ഭരണഘടനാ പ്രവർത്തനങ്ങളിലൂടെ, നിയമപരമായ പോരാട്ടങ്ങളിലൂടെ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വ്യാപിക്കും. ഈ എല്ലാ ക്ഷേത്രത്തിലും നമ്മൾ പാർട്ടിയുടെ രാഷ്ട്രീയമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ കൃത്യമായ രാഷ്ട്രീയപരമായ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുകയും
പുതിയ പാർട്ടിയുടെ കേഡർമാരെ സൃഷ്ടിക്കുകയും ഈ രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ ഒരു ജില്ലാ കമ്മിറ്റി നമുക്ക് ഈ എറണാകുളം ജില്ലയിൽ ആവശ്യമാണ്. ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ നമുക്ക് ഈ എറണാകുളം ജില്ലയിൽ ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജില്ലാ കൺവെൻഷനിൽ നടക്കുന്ന സമ്മേളനത്തിൽ എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. ജയ്